അടുത്തൊരു ട്രെക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രെക്കിങ്ങിന് പോണത് മാഹുലി ഫോർട്ടാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അസങ്കാവ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടുന്ന് ബേസ് വില്ലേജിലേക്ക് ഒരു 10 കിലോമീറ്റർ പോകാണ്ട്. നമുക്ക് ഓട്ടോ ബസ് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അത് കഴിഞ്ഞിട്ടൊരു നൈറ്റ് ട്രെക്കിംഗ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഞങ്ങൾ ബേസ് വില്ലേജിലെത്തി. ഇവിടെ ഞങ്ങൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണേ. ഇപ്പോൾ ടൈം 8:30 കഴിഞ്ഞു. സോ ഇവിടുന്ന് ഒരു 200 മീറ്റർ കൂടി പോയാൽ ഫോറസ്റ്റിൻ്റെ എൻട്രി പോയിന്റ് എത്തും. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സോ ഇത് ചെറിയൊരു വില്ലേജാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് നാളെ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. സോ നമുക്ക് തുടങ്ങാം. സോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഫോറസ്റ്റിൻ്റെ അകത്ത് കയറി. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. ഇപ്പോൾ അവിടെ സംസാരിച്ചു. സോ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് ഇവിടെ എത്തി. ഇനി നമുക്ക് ഫസ്റ്റ് ഇത് 1 കിലോമീറ്റർ കൂടുതൽ സ്ലോപ്പ് കയറാനില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 3 കിലോമീറ്റർ നല്ല സ്ലോപ്പ് തന്നെയാണ് നമുക്ക് മുകളിലെത്താൻ വേണ്ടിയിട്ട്. സോ മുകളിലെത്തിയാൽ അവിടെ ഒരു പ്ലാറ്റ്യൂ ഉണ്ട്. ആ പ്ലാറ്റ്യൂ നിന്ന് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഇവിടുന്ന് കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു 3 കിലോമീറ്റർ കൂടി പോയാൽ അവിടെ 3 പിന്നാക്കൾ നിൽക്കുന്നുണ്ട്. സോ അവിടെയാണ് നമ്മളിന്ന് പോയിട്ട് ക്യാമ്പ് ചെയ്യാൻ നിൽക്കുന്നത്. അതാണ് നമ്മളത്തെ പ്ലാന്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മഹാരാഷ്ട്രയിലെ താന ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഈ മാഹുലി ഫോർട്ട്. ഏകദേശം 2815 ഫീറ്റാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. ഈ ഫോർട്ട് തൻസ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമാണ്. ഏകദേശം 320 കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയുള്ള ഈ സാങ്ച്വറി താന ജില്ലയിലെ പല താലൂക്കുകളായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. ഈ സാങ്ച്വറിയുടെ അകത്ത് റോക്ക് ക്ലൈംബിന് പറ്റിയ പല പോയിന്റുകളുണ്ട്. അതൊക്കെ നമുക്ക് നാളെ കാണാം. അതുപോലെ തന്നെ ഇതിനകത്ത് വലിയൊരു ലേക്ക് ഉണ്ട്. തൻസ ലേക്ക് എന്നാണ് പേര്. ഈ ലേക്കാണ് ഈ സാങ്ച്വറിന്റെ പ്രധാന വാട്ടർ സോഴ്സ്. അപ്പം നമ്മളിപ്പോൾ ഇറക്കറ മുകളിലെത്താനായി ഒരു 80% കയറി. അപ്പോഴേക്കും നമുക്ക് ഒരു ചെറുതായിട്ടൊന്ന് വിശന്നു. താഴ്ന്ന് കയറുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ചിട്ട് വന്നതാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കൊക്കെ ആവിയായി പോയി വന്നു, നല്ല വേർത്തിക്കണു. അപ്പം വേറൊരു ടെക്നിക്ക് പരമായിട്ട് ഞങ്ങൾ ഒരു മുന്തിരി കഴുകിയെടുക്കുകയാണ്. അത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് വേറെ ആർക്കും അറിയില്ല. ഞങ്ങൾ പറഞ്ഞു തരില്ല. കണ്ടില്ലേ, കുപ്പിയിലിങ്ങനെ വെള്ളം ഇടുക. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിമക്ക് മുന്തിരി ഇങ്ങനെ പറിച്ചിടും. അങ്ങനെ പറിച്ചിട്ട് നിറച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുലുക്കി സർബത്ത് ഉണ്ടാക്കില്ലേ, അതുപോലെ അത് അങ്ങനെ വെച്ചിട്ട് 4 കുലുക്ക മുന്തിരി കഴുകൽ റെഡി. ഇനി വേണമെങ്കിൽ ഈ വെള്ളം തന്നെ നമുക്ക് ചൂടാക്കി ചായ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. ഇവിടെയൊക്കെ അത് ചെയ്താലേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ വെള്ളം കിട്ടൂല. നമ്മളിപ്പോൾ ഇത് പെട്ടുപോയിക്കാണ് രാത്രി പോയിട്ട്. എന്തായാലും ഇനി വഴി കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് അമ്മമാര് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. വഴിയൊന്നുമില്ല, വെറുതെ നമ്മളിങ്ങനെ അങ്ങനെ കരിമ്പും കയറിയെല്ലാം പോകും. സോ ഗൈസ്, ഞങ്ങളിപ്പോൾ പിന്നാക്കളിൻ്റെ ഇവിടെ എത്തി. എൻ്റെ ബേക്കിലാണ് ഇപ്പോൾ പിന്നാക്കൾ ഇവിടെ നിന്ന് നിൽക്കുന്നത്. സോ ഞങ്ങളിവിടെ ടൈം ഓൾറെഡി 12:30 കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ടെൻറ്റ് സെറ്റ് ചെയ്യാണ്. സോ നമുക്ക് ഇവിടുന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ ഷാപ്പൂർ ടൗണിൻ്റെ അടിപൊളി ഇവിടുന്ന് വ്യൂ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഏകദേശം ഇവിടുന്ന് നോക്കിയാൽ ഒരു 8-10 കിലോമീറ്റർ നീളത്തിൽ ഫുള്ള് ടൗണിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. ക്യാമറയിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. സോ നമുക്കിവിടുന്ന് ടെൻറ്റ് സെറ്റ് ചെയ്യാം. ഒരു കുറച്ച് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് കിടന്നുറങ്ങാം. സോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാഹുലി ഫോർട്ടിലെ കല്യാൺ സൈഡിലാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി 12:30 ഇവിടെ എത്തി. ഇവിടെ ടെൻറ്റ് സെറ്റ് ചെയ്തു. ഇവിടെ ടെൻറ്റ് കാണാൻ കഴിയും. ഇതിൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേക ആകർഷണം. ഇവിടെ 3 പിന്നാക്കൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്.
ഈ 3 പിന്നാക്കളുടെ പേര് എന്ന് പറയുന്നത് ഒന്ന് നൗര, രണ്ടാമത്തേത് നൗരി, അതുപോലെ തന്നെ ഈ മൂന്നാമത്തേത് ബട്ടോബ എന്നാണ്. ഇതിന് മുകൾക്ക് നമുക്ക് ആ ഭാഗത്തേക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. ഇത് ഏറ്റവും ഇവിടുത്തെ എൻഡ് പോയിന്റ് ആണ്. സോ അതിൻ്റെ മുകൾക്ക് വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടി ട്രെക്ക് ചെയ്ത് വരാൻ കഴിയും. എന്നാലും മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ റാപ്പിലിങ് ചെയ്യേണ്ടി വരും. കാരണം അത്രയും സ്ലോപ്പിലാണ് ഈ പിന്നാക്കൾ നിൽക്കുന്നത്. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ത്യൻ റെയിൽസിൻ്റെ റിപ്പബ്ലിക് ദിനാശംസകൾ. പിന്നെ നമുക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആർമി ഓഫീസറെ നമുക്ക് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ പതാക ഒക്കെ ഉയർത്താൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. भारत माता की जय जय शौर्य साक्षम यज्ञ बलिदान परम धर्म बलिदान परम धर्म बलिदान परम धर्म. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മാഹുലി ഫോർട്ടിൻ്റെ കല്യാൺ ദർവാസയുടെ ഭാഗത്താണ്. സോ ഇവിടുന്ന് നമുക്ക് തിരിച്ചിറങ്ങാനുള്ള സമയമായി. അപ്പോൾ ആദ്യം നമുക്ക് ടെൻ്റ് അടിക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം നേരിട്ട് പോകുന്നത് ഇവിടെ പോകുന്ന വഴിയിൽ ഒരു കേവ് ഉണ്ട്. ആ കേവിൻ്റെ അകത്ത് വെള്ളം കിട്ടും, അല്ല കുടിക്കാൻ പറ്റിയ ശുദ്ധമായ വെള്ളം കിട്ടും. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതിന് തൊട്ടടുത്താണ് കല്യാൺ ദർവാസ നിൽക്കുന്നത്. കല്യാൺ ദർവാസ കുറച്ച് താഴ്ഭാഗത്താണ്. മുകളിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. അപ്പോൾ അവിടോട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാനുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ്. അഡ്വഞ്ചർ കൂടിയ ഭാഗം തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് പോയി നോക്കാം. എത്ര പേരെ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ കഴിയുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അതിനുശേഷം ഷാപ്പൂർ ഭാഗത്തുള്ള ഗണേഷ് ദർവാസയുടെ ഭാഗത്തേക്ക് പോകണം. ആ ഭാഗത്ത് കുറച്ച് കേവ്സ് ഉണ്ട്. നമുക്ക് താമസിക്കാനൊക്കെ പറ്റിയ രൂപത്തിലുള്ള കുറച്ച് കേവ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണണം. അതിനുശേഷം നമുക്ക് താഴോട്ട് തിരിച്ചിറങ്ങണം. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോഴത്തെ വ്യൂയും അതുപോലെ തന്നെ ഷാപ്പൂരിലുള്ള സൈഡിലേക്കുള്ള വ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിതിൻ്റെ പാർട്ട് 2 കാണാം.